വെളിയങ്കോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ മൾട്ടി പർപ്പസ് സ്റ്റേഡിയം പി നന്ദകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. ഗ്രാമങ്ങളിൽ കായിക താരങ്ങളെ വളർത്തിയെടുക്കുന്നതിനായി സംസ്ഥാന കായിക വകുപ്പ് നടപ്പാക്കുന്ന ഒരു പഞ്ചായത്തിൽ ഒരു കളിക്കളം പദ്ധതിയുടെ ഭാഗമായി നിർമ്മാണം പൂർത്തിയാക്കിയ വെളിയങ്കോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മൾട്ടി പർപ്പസ് സ്റ്റേഡിയം നാടിന് സമർപ്പിച്ചു. സ്കൂളിലെ പഴയകാല കായിക താരങ്ങളും പുതിയ താരങ്ങളും വിദ്യാർത്ഥികളും അധ്യാപകരും നാട്ടുകാരും ചേർന്ന് ഉത്സവാന്തരീക്ഷത്തിൽ നടത്തിയ ഘോഷയാത്രയോടെ സ്റ്റേഡിയം പി നന്ദകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസ, കായിക, ആരോഗ്യ മേഖലയിൽ ഉൾപ്പെടെ സംസ്ഥാന സർക്കാർ വലിയ മാതൃകാ പദ്ധതികളാണ് നടപ്പാക്കി വരുന്നതെന്ന് MLA പറഞ്ഞു. കോടികൾ ചെലവിട്ട് നിർമ്മിച്ച് ഉപയോഗശൂന്യമായി കിടക്കുന്ന സ്റ്റേഡിയങ്ങളെ പോലെ ഇനിയുള്ള സ്റ്റേഡിയങ്ങൾ മാറരുതെന്നും അതിനായി പുറത്തുനിന്നും സ്റ്റേഡിയം ഉപയോഗപ്പെടുത്തുന്നവരിൽ നിന്ന് നിശ്ചിത ഫീസ് ഈടാക്കി സ്റ്റേഡിയത്തിന്റെ അറ്റകുറ്റപ്പണിക്ക് ഉപയോഗപ്പെടുത്തണമെന്നും പറഞ്ഞു. വെളിയങ്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കല്ലാട്ടിൽ ഷംസു അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് അംഗം AK സുബൈർ, വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർമാൻ സെയ്ദ് പുഴക്കര, പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം P അജയൻ, വാർഡംഗം P പ്രിയ, PTA പ്രസിഡന്റ് T ഗിരിവാസൻ, SNC ചെയർമാൻ നിഷിൽ, വെൽഫെയർ കമ്മിറ്റി ചെയർമാൻ പ്രൊഫസർ VK ബേബി, സ്കൂൾ പ്രിൻസിപ്പാൾ KT നൂർ മുഹമ്മദ്, പ്രഥമാധ്യാപിക V രാധിക, TM സിദ്ദീഖ്, P രാജൻ, അഷ്റഫ് കാളിയത്തിൽ തുടങ്ങിയവർ സംസാരിച്ചു. ഇൻഡോർ സ്റ്റേഡിയത്തിനകത്താണെങ്കിൽ ഷട്ടിലും ബോൾ ബാഡ്മിന്റനൊക്കെ കളിക്കാം. നമുക്ക് ബോൾ ബാഡ്മിന്റൺ മുമ്പത്തെ പോലെ ഇപ്പോഴില്ല എന്നാണ് ഇവർ പറയുന്നത്. ബോൾ ബാഡ്മിന്റൺ ഉണ്ട്, മത്സരങ്ങളൊക്കെ നടക്കുന്നത് വടക്കേ മലബാറിലൊക്കെ വ്യാപകമായ തോതിലേക്കുണ്ട്. നമ്മളിവിടെ ബോൾ ബാഡ്മിന്റൺ ആദ്യം, പിന്നെ ഷട്ടിലൊക്കെ വന്നത്. അത് കളിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കണം. ശരി, ആ സൗകര്യങ്ങൾ ഉണ്ടാക്കി കളികളൊക്കെ കുറെ കഴിഞ്ഞാൽ ഈ ട്രാക്കിനും അതുപോലെ തന്നെ ഈ ഗ്രൗണ്ടിനൊക്കെ കുറച്ച് കേട് വരും. അപ്പൊ ആര് മെയിൻറ്റെയിൻ ചെയ്യും? അത് വളരെ ഒരു ചോദ്യമായി നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. നമ്മളെ ഈ പ്രദേശത്ത് ആദ്യമായിട്ട് വന്നിട്ടുള്ള ഒരു സ്റ്റേഡിയമാണ് എടപ്പാൾ സ്റ്റേഡിയം. ഞാൻ കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് അവിടെ ഫുട്ബോൾ ടൂർണമെന്റിന്റെ ഉദ്ഘാടന പരിപാടിക്ക് പോയി. ആ സ്റ്റേഡിയം ആകെ തകർന്നിരിക്കുന്നു. അവിടെ കുറച്ച് മുന്നേ ഒക്കെ വെളിയങ്കോട് ഹൈസ്കൂളിൽ കടന്നു വന്ന ആളുകൾ ഇപ്പൊ കടന്നു വരുമ്പോൾ ഉള്ള മാറ്റം മനസ്സിലാക്കാൻ നമുക്ക് ശരിക്കും സാധിക്കും. അതായത് നമ്മുടെ ഈ പ്രദേശത്തുള്ള യുവജന വിദ്യാർത്ഥികൾക്ക് തന്നെ അവരെ കായികക്ഷമത വർദ്ധിപ്പിക്കാൻ സൗകര്യമാവുന്ന രീതിയിൽ വളരെ കുറ്റമറ്റ രീതിയിൽ ദീർഘവീക്ഷണത്തോടു കൂടി തന്നെയാണ് ഇത്തരത്തിലുള്ള എല്ലാ പ്രവൃത്തികളും പൂർത്തീകരിച്ചിട്ടുള്ളത്. തിരഞ്ഞെടുക്കുന്ന നാളികേരം ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടുകൂടി ലബോറട്ടറികളിൽ പരിശോധന നടത്തി ഗുണമേന്മ ഉറപ്പുവരുത്തിയതിനു ശേഷമാണ് ഞങ്ങൾ വെളിച്ചെണ്ണ വിപണിയിലെത്തിക്കുന്നത്. അതിനാൽ 100% പരിശുദ്ധി വാഗ്ദാനം ചെയ്യുന്നു. ബെൻകോ ഓർഗാനിക് ഗ്രേഡ് 1 കോക്കനട്ട് ഓയിൽ.